ഹായ് ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. വേറെ ഒന്നിനെ കുറിച്ചല്ല, ഹെന്ന അപ്പോയിൻമെൻറ്റ്സിനെ കുറിച്ച് തന്നെയാണ്. എനിക്കുന്നൊരു അനുഭവം ഉണ്ടായി. കാരണം നമ്മൾ ഇൻസ്റ്റയിൽ വർക്ക് എടുക്കുന്ന കാര്യം തന്നെ ഇൻസ്റ്റയിൽ കൂടെ വർക്ക് കൺഫേം ആയതായിരുന്നു. അങ്ങനെ ഞാൻ 2 ദിവസം മുന്നേ കോൺസൊക്കെ മേടിച്ച് സെറ്റാക്കി. ഇന്നിപ്പോൾ ഒരു 9 മണിയാകുമ്പോഴത്തേനും ചാവക്കാട് എത്താനൊക്കെ പറഞ്ഞതായിരുന്നു. നോക്കുമ്പോൾ ഞാൻ ഒരു 8 മണി 7:45 8 മണിയാകുമ്പോഴത്തേനൊക്കെ ചിറക്കലെത്തി. കുന്നംകുളത്തേക്കുള്ള ബസ് കയറി. കുന്നംകുളത്ത് എന്നിട്ട് വിളിച്ചപ്പോൾ ആളുടെ ഫോണ് ബിസി എന്നല്ലാണ്ട് വേറെ ഒന്നും പറയണില്ല. ആളിനെ കിട്ടാൻ പറ്റുന്ന എല്ലാ മാർഗങ്ങളും ഞാൻ നോക്കി. കാരണം അത്യാവശ്യം ഇൻസ്റ്റയിൽ കോൾ ചെയ്ത് നോക്കി. പിന്നെ അതേപോലെ തന്നെ വാട്സപ്പൊക്കെ ആകെ എന്താ പറയുക, ഇനി ബ്ലോക്ക് ആക്കിയേക്കാണോ, കോളേ പോലില്ല, അൺഅവൈലബിൾ എന്നാണ് ഇന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ തന്നെ നോർമൽ കോൾ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു തവണ റിങ് ആയിട്ട് പിന്നെ ബിസി എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു അരമണിക്കൂറോളം ഞാൻ കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കൊരു കാര്യം ചെയ്യായിരുന്നു. കാരണം നമ്മളിപ്പോൾ ഇതിനായിട്ടിപ്പോൾ വർക്ക് ചെയ്യുന്നവരായ കാരണം ഇതിൻ്റെ വന്ന കോൺസും അതേപോലെ തന്നെ ട്രാവലിംഗ് ചാർജൊക്കെ ആവുമല്ലോ എന്തായാലും. അതൊക്കെ മുടക്കിയിട്ട് ഒരു വർക്കിന് പോകുമ്പോൾ അവർക്ക് ഇന്ന് കൺഫേം അല്ലെങ്കിൽ ഒരു കാര്യം വിളിച്ച് പറയാം, ഇങ്ങനെ കൺഫേം അല്ല, ഇനി അഥവാ ഈ ദിവസം പറ്റില്ല, വേറെ ആരെങ്കിലും ഇട്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയായിരുന്നു കാരണങ്ങൾ. ഇത് നമ്മുടെ ടൈമും കൊണ്ട് വെറുതെ വേസ്റ്റ് ആക്കിയിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് ആദ്യമായിട്ടാണ് ഈ ഹെന്ന ജേണിയിൽ കേട്ടോ. അപ്പോൾ ഇനി പുതിയതായിട്ട് അപ്പോയിൻമെൻറ്റ്സ് എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലോണം കൺഫേം ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം ഹെന്ന, അതായത് മെഹന്തി ആർട്ടിസ്റ്റിന് മെസ്സേജ് അയക്കുക. അവനെ ബുക്ക് ചെയ്യുമ്പോൾ കൺഫേം ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം ബുക്ക് ചെയ്യുക. ഇതേപോലത്തെ അനുഭവം ഉണ്ടാവാണ്ടിരിക്കാനാണ് പറയുന്നത്.